ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, വീനസ് സൈൻസിന് വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈൻ, വീനസ് സൈൻ, അസെൻഡൻറ്റ് സൈൻ ഇവിടെയൊക്കെ ഏരീസ് പ്ലേസ്മെൻറ്റ് ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. അതല്ലാണ്ട് നിങ്ങളുടെ മറ്റ് സയൻസിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് അവിടെയും നോക്കുക. എന്നുവെച്ചാൽ എല്ലാം വീഡിയോസിൽ സൺ, മൂൺ, വീനസ് ഈ 3 സയൻസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സൺ സൈൻ ഏരീസ് ആണ്, മൂൺ സൈൻ ഏരീസ് ആണ്, അസെൻഡൻറ്റ് സൈൻ ഏരീസ് ആണ് വെച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ മാത്രം എനർജി ടാപ്പ് ചെയ്തിട്ടാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സുമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ മെമ്പർഷിപ്പ് ചാനലിൻ്റെ ലിങ്കും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. ഏരീസിന് വേണ്ടിയിട്ട് ഈ മാസം എങ്ങനെയായിരിക്കും നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എന്താ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾക്ക് ആദ്യം നിങ്ങളുടെ തീം നോക്കാം. ഓഗസ്റ്റ് മാസത്തിൻ്റെ മെയിൻ തീം നിങ്ങളുടെ എന്താണ്, ലൈഫിൻ്റെ എന്തായിരിക്കും നിങ്ങളുടെ ഫോക്കസിൽ, ഏതിലാണ് നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ഉണ്ടാവുക, എന്താണ് മെയിൻ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് കരിയർ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങളുടെ കരിയറിലായിരിക്കും. ഓക്കെ, അതല്ല വെച്ചാൽ അവിടെയാണ് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോണത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്, നിങ്ങളുടെ ഒറക്കിൾ ഡെക്ക് എന്താണ് പറയണത്, എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ടവറിന് എഴുതിയിട്ടുണ്ട്, ടോർച്ചിന് എഴുതിയിട്ടുണ്ട്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ മാസം കുറേ ഒരു സ്പിരിച്വൽ മാസം കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ സ്പിരിച്വൽ കാര്യങ്ങൾ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അമ്പലത്തിൽ പോവുക, ഇല്ല വെച്ചാൽ ചർച്ചിൽ പോവുക, ഇല്ല വെച്ചാൽ എവിടെയാണ് നിങ്ങൾ പ്രേ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി റിലീജിയസ് ഇവൻറ്റ് ഉണ്ടാവും, അതിൽ നിങ്ങൾ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഇവിടെ ഓഗസ്റ്റ് മാസത്തിലുണ്ടാവുക. ഹോർസ് ഷൂ, ഗുഡ് ലക്ക്. അപ്പോൾ ഈ മാസം നല്ല ഒരു ലക്കി മാസം കൂടിയാണ്. ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഗുഡ് ലക്ക് ഉണ്ടാവും. അപ്പോൾ എന്താണ് വേറെ മെസ്സേജസ് ഇവിടെ വരണത് ഏരീസിന് വേണ്ടിയിട്ട്. സ്കെയിൽസ്, കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ്. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, പേഴ്സണൽ ലൈഫിൽ അത്ര എഫേർട്ട് ഇല്ല. അതിൻ്റെ കാരണം ചില ചേഞ്ചസ് ഇല്ല, ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ലൈഫിന് ബാലൻസ് ആയിട്ട് വെക്കുക. ലൈറ്റനിങ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. നിങ്ങളുടെ ടെമ്പർ ഇഷ്യൂസും ഉണ്ടാവാം, അതിൻ്റെ കാര്യത്തിലും സൂക്ഷിക്കണം. ഓക്കെ, ഇങ്ങനെ ചൂടാവരുത്. എല്ലാം കാര്യത്തിൽ കുറച്ച് കൂളായിട്ട് വേണം സംസാരിക്കുക, ഇല്ല വെച്ചാൽ പ്ലാൻ ചെയ്യുക, ഇല്ല വെച്ചാൽ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ദേഷ്യം പെടരുത്. അപ്പോൾ അങ്ങനത്തെ എനർജീസാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഏരീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജ്, നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം. 10 ഓഫ് കപ്സ്, പാസ്റ്റിലെ എനർജി നിങ്ങളുടെ 6 ഓഫ് വാൻഡ്സ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി 8 ഓഫ് സോഡ്സ്. എന്താണ് ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. മൂൺ, അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഡ്വൈസാണ് സ്റ്റാർ. എന്താണ് ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് മെസ്സേജ്. ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. ഔട്ട്കം എന്താണ്,
ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ 10 ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി. 10 ഓഫ് കപ്സ് ആക്ച്വലി ഒരു ഇമോഷണലി നല്ല സമയമാണ്, റൊമാൻറ്റിക്കലി നല്ല സമയമാണ്, ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ല സമയമാണ്. 10 ഓഫ് കപ്സ് എന്തോ ഒരു ഫാമിലി റിലേറ്റഡ് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ മാസം. എന്താണ് ഈ 10 ഓഫ് കപ്സ് ഇവിടെ കാണുന്നത്? ക്വീൻ ഓഫ് കപ്സ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു വാട്ടർ സൈൻ ആണ് ഞാൻ കാണുന്നത്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അതല്ല വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ ആവാം, അതുമല്ല വെച്ചാൽ നിങ്ങളുടെ വൈഫ് ഇല്ല വെച്ചാൽ ഹസ്ബൻഡ് ആവാം. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ അല്ല വെച്ചാൽ ഇവർ കുറേ ഇമോഷണൽ സപ്പോർട്ടീവ് എനർജിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ പേഴ്സണാണ്. കുറേ റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അങ്ങനെയാണ് വെച്ചാൽ ഈ മാസം കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ ആരോ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്തിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു എനർജിയും ഉണ്ട്. ഇല്ല വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഇവരെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. 6 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ 6 ഓഫ് വോൺസ് പാസ്റ്റിൽ ഒരു ഫെയിംഡ് എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾ കുറേ സക്സസ്ഫുൾ എനർജിയിലായിരുന്നു. എന്താണ് ഈ 6 ഓഫ് വോൺസ് ഇവിടെ? 2 ഓഫ് കപ്സ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലവ് ലൈഫിൽ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നിങ്ങളുടെ ലവ് ലൈഫ്. കുറേ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്തു. എസ്പെഷ്യലി ഈ പേഴ്സണിനെ നിങ്ങൾ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ റിലേഷൻഷിപ്പിൽ കുറേ ലവ് ഉണ്ട് ഞാൻ കാണുന്നത്. 2 സൈഡിനും ഈക്വൽ എഫേർട്ടായിരുന്നു, ഈക്വൽ ലവ് ആയിരുന്നു. ഈ മാസം നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി കരിയറിലാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും റൊമാൻറ്റിക് ലൈഫിൽ കുറച്ചൊരു സ്റ്റാഗ്നൻസി ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇവിടെ എന്തോ നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ സൈലൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത്ര സംസാരം ഇല്ല, പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഇല്ല. ഹൈ പ്രീസ്റ്റസ് ഇവിടെ, ഹെർമിറ്റ് ഇവിടെ. ഒരു സെപ്പറേഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ്റെ കാരണം ഒരു നെഗറ്റീവ് റീസൺ ആവണം എന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ മിസ് ചെയ്യണു. ഇവിടെ അത്ര കോണ്ടാക്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ദൂരെ എവിടെയും ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, അതല്ല വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതുമല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ ജോലിയുടെ കാരണം കുറേ ഒരു സെപ്പറേറ്റഡ് എനർജി ആവാം. ഫ്യൂച്ചറിൽ 8 ഓഫ് സോഡ്സ്. അപ്പോൾ ഫ്യൂച്ചറിലൊരു സ്റ്റാഗ്നൻസിയാണ് ഞാൻ കാണുന്നത്. എന്താണ് ഈ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി? മുമ്പോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക്. എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണു. പക്ഷേ ഇവിടെ കോൺഫിഡൻസിൻ്റെ കുറവൊന്നുമില്ല, കോൺഫിഡൻസ് ഉണ്ട്. ആദ്യം ഇവിടെ കരിയറാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പോൾ കരിയറുടെ കാരണം നിങ്ങളുടെ ലവ് ലൈഫും റൊമാൻറ്റിക് ലൈഫിൽ കുറേ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണു. എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ ഈ പേഴ്സൺ എന്നെ വിട്ടു പോകുമെന്ന്. അപ്പോൾ 3 നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ക്യാൻസർ, പൈസീസ് എനർജി. ഈ മാസം ഇമോഷണലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ്. മൂൺ പേടിയുടെ എനർജിയാണ്, ആങ്സൈറ്റിയുടെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു നോ കോണ്ടാക്റ്റ് ഇല്ല, കോണ്ടാക്റ്റ് കുറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അത് ഇത് വർക്കൗട്ട് ചെയ്യോ, ഈ പേഴ്സൺ എന്നെ വിട്ടുപോവോ, അങ്ങനെ കുറേ ആങ്സൈറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതുമാത്രമല്ല ഫിനാൻഷ്യലിയും നിങ്ങൾ അങ്ങനെ ഒരു സെക്യൂറായിട്ട് ഫീൽ ചെയ്യണില്ല ഈ മാസം. പക്ഷേ ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മാസം ഒരു റിലേഷൻഷിപ്പിലായിട്ടും ഒരു സിംഗിൾ എനർജിയിലാണ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ സ്റ്റാറാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഫ്ലോയിൽ പോകാൻ പറയണു. കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത്. ഇവിടെ ഹീലിംഗ് എനർജീസ് ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ഇത് ഇരുന്ന് നിങ്ങൾക്ക് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആക്കിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എല്ലാം കാര്യങ്ങൾ സോൾവ് ആവും. 2 ഓഫ് സോഡ്സ് ഇവിടെ ഒരു ഡൗട്ടിൻ്റെ എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അത്ര ആലോചിക്കാണ്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. 5 ഓഫ് വോൺസ് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. ഏറ്റവും വലിയ പേടി നിങ്ങളുടെ വേറെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുമോ എന്നാണ് പേടി. എന്നുവെച്ചാൽ ഇവിടെ മേ ബി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ കുറേ അട്രാക്റ്റീവ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു പേടി, എന്താ വേണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ, നിങ്ങൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് കുറേ
ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ അത് അല്ലാണ്ട് ഈ കരിയറിൻ്റെ സെപ്പറേഷനും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇഷ്യൂസൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ കോൺഫ്ലിക്റ്റ് വിട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക കാം ആൻഡ് പീസ്ഫുൾ വേയിൽ. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. കൺട്രോൾ യുവർ ആങ്കർ എന്നുവെച്ചാൽ എല്ലാത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആങ്കർ ഇഷ്യൂ ഉണ്ടാവാൻ വഴിയുണ്ട്. കുറേ ഇറിറ്റേറ്റഡ് ആയിരിക്കാം നിങ്ങൾ. പക്ഷേ യൂണിവേഴ്സ് പറയണത് അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക, ഹീൽ ചെയ്യാൻ നോക്കുക. സർപ്രൈസ് ഫാക്ടറിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ട്രാവൽ ചെയ്ത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും ഒരു സർപ്രൈസ് ആയിട്ട്. അപ്പോൾ അതും ഞാനിവിടെ കാണുന്നുണ്ട്. ഒരു മെസ്സേജ് ആയിരിക്കാം ഇത്, സർപ്രൈസ് മെസ്സേജ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ട്രാവൽ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളൊരു സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വരുന്നുണ്ടാവും. കിങ് ഓഫ് വോൺസ് ഇവിടെ പാഷൻ ഉണ്ടാവും, ഓർ നിങ്ങൾ അവരെ സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. എന്തോ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് ഇവിടെ, ഓക്കെ, റൊമാൻറ്റിക് ലൈഫിൽ. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ്. എന്തോ ഒരു പാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഇല്ലേച്ച ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഓക്കെ. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിലും കരിയറിലും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഇവിടെ വെർഗോ പൈസീസ് എനർജി ഉണ്ട്, കുറേ പൈസീസ് കാൻസർ സ്കോർപ്പിയോ എനർജി ഉണ്ട്, ടോറസ് ഉണ്ട്, ഓക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈൻസ് ഇവിടെ, അതാണ് കാണുന്നത്, ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.